അതിന്റെ കമ്പനി ആരാണ് കണ്ടിട്ട് പോയ കിളിയൊന്നും തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ എല്ലാരും എന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്ര ഹലോ ഗായ്സ്, അപ്പൊ അങ്ങനെ നമ്മ റിസോർട്ട് ബക്കറ്റ് ആക്കിയിട്ട് പോകുന്നുണ്ട്. നല്ല റിസോർട്ടായിരുന്നു, നല്ല സുഖമായി. ഞാൻ പേടിപ്പിച്ചിട്ട് പറയുന്നുണ്ടായി പറയുന്ന പോലെ ഞാൻ പേടിപ്പിച്ചിട്ടൊന്നല്ല ഗൈസ് പറഞ്ഞത്, ഓട്ടോമാറ്റിക്കലി പറഞ്ഞത്. എല്ലാവർക്കും അപ്പൊ നമ്മ അങ്ങനെ നമ്മളെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ സമയം രാവിലെ എത്ര മണി? 9 മണി. ഇപ്പൊ അറിയാലോ 9 മണി. ഇപ്പൊ സമയം രാവിലെ 8:45. നമ്മ നേരെ 8:50 നമ്മ നേരെ തിരുനെല്ലി അമ്പലത്തിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മ നേരെ പോകും. അതാണ് നമ്മുടെ പ്ലാൻ. ഇന്നത്തെ വണ്ടിന്റെ ഡ്രൈവർ അച്ചു, ഞാൻ പാസഞ്ചർ പ്രിൻസസ്. അച്ഛന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അച്ഛന്റെ കൊറേ ഫ്രണ്ട്സ് ഉണ്ടായി. അച്ഛന് ഭയങ്കര ഹാപ്പിയായി. അച്ഛന് എന്ത് പറയണ്ടേന്ന് അറിയില്ല. എന്നിട്ട് എന്നെ കണ്ട ഹാപ്പി ആയി എന്നല്ല പറയുന്നത്. അച്ഛന് ഫ്രണ്ട്സിനെ നാട്ടിൽ വന്നിട്ട് കാണാൻ എനിക്ക് ഫുൾ ബേജാറുണ്ടായി. ഇപ്പൊ സന്തോഷായില്ലേ അച്ഛന്? 1 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ റിസോർട്ടെല്ലാം വെക്കേറ്റ് ആക്കിയിട്ട് നമ്മൾ പിന്നെ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി. ചായയും കുടിക്കണമായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി തിരുനെല്ലി അമ്പലത്തിൽ ഉള്ളിലോട്ടേക്ക് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ചന്തയിലും അങ്ങനെ പോയിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അമ്പലത്തിലും കയറണമായിരുന്നു, ചായയും കുടിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ ഞാൻ കുറേ മുന്നേ ഇരിക്കാൻ ഞാൻ തിരുനെല്ലി അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറേ മുമ്പേ പോകുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പാണ് വരുന്നത്. അങ്ങനെ അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ അരവണ പായസവും വാങ്ങി, പ്രസാദവും വാങ്ങി. ആടെ സജ്ജിക ഉണ്ടായിരുന്നു, സജ്ജികയും അച്ചാറും കാപ്പിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. കുറേ നാൾക്ക് ശേഷം നല്ലൊരു സജ്ജിക കഴിച്ചതായിരുന്നു. ഈ പട്ടിക്കുട്ടികളാണെങ്കിൽ അമ്മക്ക് ഇന്നലെ രാത്രിയെ കിട്ടിയതാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ 2-3 ഉണ്ട്. അതിൻ്റെ അമ്മമാരുണ്ട്. അപ്പം അമ്മ അങ്ങനെ അമ്മ അമ്പലത്തിലെല്ലാം പോയിട്ട് തിരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് സജ്ജികയും ചായയും കാപ്പിയും കുടിച്ചു. അത് ഇനി ഒന്നുകൂടി ചിലപ്പോൾ കുടിക്കും. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് തന്നെ നമ്മൾ ഫേമസ് ആയ മുളയരി പായസം വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് മുളയരി പായസം കുടിക്കുകയും ചെയ്തു. 2 ബോക്സ് പാർസൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ പോയി. അവിടെ നമുക്ക് പ്രഭാത ഭക്ഷണം കിട്ടി. അതായത് ഉപ്പുമാവ്, സജ്ജികയും ചായയും അച്ചാറും കഴിച്ചു. എന്നിട്ട് നമ്മൾ താഴെ വന്നിട്ട് മുളയരി പായസം കഴിച്ചു. ഇന്നാണെങ്കിൽ മുളയരി പായസം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. കാരണം ഏതൊരു കുട്ടീൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവർ ഗ്ലാസ് പായസത്തിന് പൈസ വാങ്ങിയിട്ടില്ല. നമ്മൾ ബോട്ടിൽ പാർസൽ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം പൈസ കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ നമ്മളത് വാങ്ങി പായസം കുടിച്ചു. കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ വിട്ടുവിട്ടാ. പോകുന്ന വഴിക്ക് നമ്മൾ നിന്ന് റിസോർട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിലെ കൂടി തന്നെയാണല്ലോ നമുക്ക് പോകേണ്ടത്. നമ്മൾ പിന്നെ രാത്രി നൈറ്റ് സഫാരിക്കൊന്നും പോയിട്ടുണ്ടായിട്ടില്ല. കാരണം ഇനി ഒന്നും കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ മുന്നിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെ മുമ്പിൽ ഒരാളുണ്ട് ഗൈസ്. നോക്കൂ ആരാണെന്ന്. അതിന്റെ കമ്പനിക്കാർ വരിക നോക്കണല്ലേ. നിന്റെ കൊമ്പലുണ്ട്. പൊട്ടിക്കുന്നുണ്ട്, പാൽ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പിലോട്ട് പോയി ഒരു വളവിലെത്തിയിട്ടാകുമ്പോഴത്തേക്കുണ്ട് കുറേ വണ്ടിയെല്ലാം അവിടെ സ്റ്റോപ്പാക്കിയിട്ടിട്ടുണ്ട്. വണ്ടി സ്റ്റോപ്പാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്, തിരിച്ചിട്ടിട്ടുണ്ട്. കാരണം എപ്പോഴും ആന അങ്ങോട്ട് തിരിയുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളും അതേപോലെ വണ്ടി തിരിച്ചിട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് അതിൻ്റെ ഫുഡ് കിട്ടിയിട്ടാകുമ്പോൾ അത് താഴോട്ടേക്ക് ഇറങ്ങിപ്പോയി. അത് പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മളും എല്ലാവരും വണ്ടി എടുത്തിട്ട്
പോയി. ആനേനെ കണ്ട് പേടിച്ചിട്ട് അച്ഛനെ പോയ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അച്ഛനൊരു തൽക്കടി ഇട്ടിയ പോലെ ഇരിക്കുന്നുണ്ട്. മിണ്ടുന്നൊന്നുമില്ല, പേടിച്ചിട്ട്. ആന ദൂരം ഉണ്ട്. അപ്പത്തേക്ക് അച്ഛൻ വണ്ടിയിലെ റിവേഴ്സ് ആക്കിട്ട് ഇട്ടു മടങ്ങി പോവാൻ വേണ്ടിട്ട്. ആന തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു നോട്ടം നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഓടിങ്ങി. ആന അങ്ങോട്ട് തിരിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായത്. അപ്പൊ നമ്മങ്ങനെ കളിയാക്കിക്കൊണ്ടുണ്ടായിരുന്നു. ഒരു കൊമ്പേ കാണുന്നില്ല, 2 കൊമ്പും കാണുന്നില്ല. നോക്കുമ്പോഴത്തേക്ക് ആന ഒരു ചില്ലിയെ പൊട്ടിച്ചിട്ട് ഒറ്റ തിരിയല് കണ്ടു. പിന്നെ വെച്ചു കണ്ടു. 2 വന്യമൃഗങ്ങളെ കണ്ടു. ഒരു മാനിന്, ഒരു വലിയ കാട്ടാന. കൊറേ ഉണ്ടായിരുന്നു ആടെ. പക്ഷെ അവരെന്നെ പുറത്തേക്ക് പിന്നെ റോഡിലെ സൈഡിലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ കൊറേ കാട്ടുകോഴി. ഉണ്ണിപ്പോ മണിക്കായിരുന്നു. നമുക്ക് വാഴപ്പോ തിന്നാം. പിന്നെ നമ്മൾ പോയ വഴിയിൽ തന്നെയാണ് കേട്ടോ തിരിച്ചു വന്നിട്ടുണ്ടായത് വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നിർത്തി അതേ തട്ടുകടയിൽ നിന്ന് നമ്മൾ നിർത്തിയിട്ട് കോഫിയും പിന്നെ അച്ചാർ തീർന്നതുകൊണ്ട് അച്ചാറും കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയൊരു ഇതാവണ്ടേ അച്ചു? പിന്നെ കുറേ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ നല്ല പാങ്ങിൽ ഉറങ്ങിപ്പോയിനി കാറിൽ. അങ്ങനെ കുറച്ച് ഉറങ്ങിയിട്ട് നമ്മൾ മടിക്കേരി എത്താനാകുമ്പോഴത്തേക്ക് അമ്മക്ക് പൂ വാങ്ങണം എന്നിട്ട് നമ്മളൊരു ഷോപ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, മറ്റേ പൂവിൻ്റെ നഴ്സറി ഷോപ്പിൽ. എന്നിട്ട് കുറേ നോക്കിയിട്ട് അമ്മ ലാസ്റ്റ് ഒരു പൂ മാത്രം എടുത്തിട്ട് വന്നു. ചെടിക്കാരി അങ്ങനെ നമ്മ മടിക്കേരിയിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. ഇവരെല്ലാം വെജ് കഴിക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മ ഇടക്കിടക്ക് നമ്മളെ വെളുത്തുള്ളി അച്ചാറ് തിന്നുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പൈക്കുന്നു. നമ്മ ഉടുപ്പി ഹോട്ടലിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഉടുപ്പി അങ്ങനെ നമ്മൾ മടിക്കേരിയിൽ എത്തിയിട്ട് ഉടുപ്പി റെസ്റ്റോറൻറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉടുപ്പിയിലായതുകൊണ്ട് ഫുള്ള് വെജ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ വെജ് ഫ്രൈഡ് റൈസും ബാക്കിയുള്ളവർ നോർമൽ മീൽസ് വന്ന് എടുത്തിട്ടുണ്ടായി. അപ്പം നമ്മളെ ഫുഡെല്ലാം മടിക്കായിരുന്നു നേരെ വിടുന്നുണ്ട്. നമ്മ ഉടുപ്പിന്ന് ലഞ്ച് കഴിച്ചു. എൻ്റെ അപ്പുറത്തുനിന്ന് 2-3 വൈനും വാങ്ങിച്ചു. ഇനി നേരെ മടിക്കേരിയിട്ട് സുള്ളിയാറ്റു വീട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്നിട്ട് ആലോചിക്കണം. ഡിപ്രഷൻ ആയോ? ഡിപ്രഷൻ ഇല്ല ഗൈസ്. പിന്നെന്ത് സൈലന്റ് ആയി? അമ്മണി ഉറങ്ങി ഗൈസ്. അമ്മണി ഉറങ്ങിയവിടെ വണ്ടി സൈലന്റ് ആയി ഗൈസ്. നീ എന്തെന്നെ എണീപ്പിക്കാഞ്ഞപ്പോ? അപ്പൊ ഞങ്ങൾ വർക്കിലേക്ക് ഫോൺ ചെയ്തു ഗൈസ്. അമ്മണി ഉറങ്ങിയപ്പോൾ ഞാൻ വർക്ക് മൂഡിലായി പോയി ഗൈസ്.
അവർക്ക് മുടി എന്റെ കർത്താവേ എന്റെ കത്തോളേ. അപ്പൊ ഗായ്സ് നോക്കൂ ഗായ്സ്, അപ്പൊ നമ്മ അങ്ങനെ വയനാട് പോയിട്ട് വീട്ടിലെത്തി ഗായ്സ്. ഇപ്പൊ സമയം 4:15 അപ്പൊ നമ്മ വീട്ടിലെത്തി. അപ്പൊ അച്ചു ഉറക്കം വന്നിട്ട് കഴിഞ്ഞില്ല. അപ്പൊ അച്ചു കുറച്ച് ഉറങ്ങിയിട്ട് കിടന്നുറങ്ങിട്ട് പോകുന്നു. ഇനി നമുക്ക് പറിക്കാം കുറച്ചാ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ എല്ലാവരും അമ്മണിയുടെ വയനാട് വ്ലോഗ് കാണേണ്ടതാണ്. വളരെ എന്റർടൈൻമെന്റും വളരെ സാഹസികവുമായ വ്ലോഗ് കണ്ടിരിക്കാൻ വളരെ വളരെ രസമുള്ളതാണ്. ഗുഡ് ബൈ സുലായ്. നെക്സ്റ്റ് വ്ലോഗിൽ ശ്രദ്ധിക്കവരേക്കും ഗുഡ് ബൈ. ഇനിയിപ്പോ കുറച്ച് അച്ചുവിന്റെ ഒപ്പം വീഡിയോസ് ഇടാനുണ്ട് കുറെ. അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അച്ചു ജോർദാനിൽ പോകും, നമ്മ സിംഗപ്പൂർ പോകും. ഇനി അടുത്ത പേരത്തില് അച്ചുവിനെ നമുക്ക് വൈറലാക്കാം ഗൈസ്. അപ്പോഴേക്കും എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ നിങ്ങൾ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം ഗൈസ്. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.